ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആകുന്നത്. മെറ്റയിൽ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ജീവനക്കാർ ഉണ്ടാക്കിയെടുത്ത AI ഒടുവിൽ അവരുടെ തന്നെ പണി കളഞ്ഞ് ഞെട്ടിക്കുന്ന കാഴ്ച. മറ്റൊരു വശത്ത് US-ഇസ്രായേൽ ആക്രമണം പേടിച്ച് ഭൂമിയുടെ അടിയിലെ അതീവ രഹസ്യ ബങ്കറിലിരുന്ന് ഒളിവിൽ രാജ്യം ഭരിക്കുന്ന ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ. ഇത് പോരാത്തതിന് ഗ്രീൻ കാർഡ് നിയമങ്ങൾ കടുപ്പിച്ച് ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ട്രംപ് ഭരണകൂടം. ഇതുകൂടാതെ ഒരു വശത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ വൻ സമാധാന കരാറിന് ഒരുങ്ങുമ്പോൾ ആരോഗ്യരംഗത്ത് കടുത്ത വേനൽ ചൂടും എബോള വൈറസും ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയാകുന്ന ഈ വിഷയങ്ങളെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ഒരു വൻ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് ലോകം ഒടുവിൽ രക്ഷപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ആ ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്ക് വരാം. ദ ഹിസ്റ്റോറിക് US-ഇറാൻ പീസ് ഡീൽ. ഈ ഡീൽ കേവലം ഒരു സമാധാന കരാറല്ല. ഇതിന് പിന്നിൽ ട്രംപ് വെച്ചിരിക്കുന്ന കെണികൾ വേറെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ എന്താണ് നടക്കുന്നത്? യുദ്ധം, വ്യോമാക്രമണങ്ങൾ, എണ്ണവില കുതിച്ചുയരുന്നു. ലോകം ഒന്നടങ്കം ആശങ്കയിലാണ്. എന്നാൽ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ഒരു പീസ് ഡീൽ ലാർജ്ലി നെഗോഷിയേറ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സംശയം അതല്ല. എപ്പോഴും ഇറാനെ തകർക്കാൻ നോക്കുന്ന അമേരിക്ക പെട്ടെന്ന് എങ്ങനെ സമാധാനത്തിന് തയ്യാറായി? അതിന് പിന്നിൽ ട്രംപ് വെച്ചിരിക്കുന്ന കഠിനമായ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇറാൻ ശരിക്കും മുട്ടുകുത്തിയോ? പരിശോധിക്കാം. നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കുറച്ച് പിന്നോട്ട് പോകണം. 2018 ട്രംപ് തന്റെ ആദ്യ ടേമിൽ ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് മുതലാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നത്. തുടർന്ന് മാക്സിമം പ്രഷർ ക്യാമ്പയിനും ഉപരോധങ്ങളും വന്നു. എന്നാൽ 2025-ലും 2026-ന്റെ തുടക്കത്തിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇസ്രായേലും ഇറാനും നേരിട്ട യുദ്ധത്തിലേക്ക് നീങ്ങി. അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് വലിയ രീതിയിൽ സൈന്യത്തെ അയച്ചു. അതിനിടയിലാണ് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് വിവരങ്ങളും വിരൽ ചൂണ്ടുന്ന ആ സുപ്രധാന കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ദ അൾട്ടിമേറ്റം. ട്രംപ് ഇറാന് മുന്നിൽ വെച്ച കടുത്ത നിബന്ധനകൾ, ടേംസ് ഓഫ് ദി പീസ് ഡീൽ എന്തൊക്കെയാണ് എന്നറിയാമോ? പ്രധാനമായും 5 പോയിന്റുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്: ഇറാന്റെ അണുബോംബ് മോഹം. ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദേ കൻ നോട്ട് ഡെവലപ്പ് ഓർ പ്രിക്യൂർ എ ന്യൂക്ലിയർ വെപ്പൺ. ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ഹൈലി എൻറിച്ച്ഡ് യുറേനിയം സ്റ്റോക്ക് ഉപേക്ഷിക്കണമെന്നാണ് അമേരിക്കയുടെ ഡിമാൻഡ്. ട്രംപിന്റെ ഏറ്റവും പുതിയ ലക്ഷ്യവും ഇതാണ്: ഇറാനെ ഒരു തരത്തിലും ന്യൂക്ലിയർ പവർ ആകാൻ സമ്മതിക്കില്ല. ഇനി രണ്ടാമത്തേത് റീഓപ്പണിംഗ് ഓഫ് ദി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് തുറക്കുക. രണ്ടാമത്തേത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ലോകത്തെ 20% ക്രൂഡ് ഓയിൽ പാസ് ചെയ്യുന്നത് ഈ ഇടുങ്ങിയ കടൽമാർഗത്തിലൂടെയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇറാൻ ഇത് ബ്ലോക്ക് ചെയ്തതോടെ ആഗോളതലത്തിൽ എണ്ണവില വളരെ പെട്ടെന്ന് കുതിച്ചുയർന്നു. ഇപ്പോൾ ഈ ഡീലിന്റെ ഭാഗമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് യാതൊരുവിധ നികുതിയും ടോൾസും ഇല്ലാതെ പൂർണ്ണമായും തുറന്നു കൊടുക്കേണ്ടി വരും. ഇനി ലിഫ്റ്റിംഗ് ദ ബ്ലോക്കേഡ് ആൻഡ് ഓയിൽ സെയിൽസ്, ഉപരോധങ്ങളുടെ നീക്കലാണ്. അടുത്തത് ഇറാനുമായിട്ടുള്ള ചെറിയൊരു ആശ്വാസമാണ്. പക്ഷെ അതിനും അമേരിക്ക കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കും. അതോടെ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും എണ്ണ വിൽക്കാൻ അനുവദിക്കപ്പെടും. പക്ഷേ ന്യൂക്ലിയർ ഡീലിലെ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും നടപ്പിലാകൂ. ഇനി റീജിയണൽ സീസ്ഫയർ ആൻഡ് പ്രോക്സീസ്, അതായത് നാലാമത്തെ കാര്യം ഇങ്ങനെയാണ്: ഇറാന്റെ കയ്യിലെ പ്രോക്സീസ് ആണ്. അതായത് ലെബനിലെ ഹെസ്ബോള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ എന്നിവർക്കുള്ള ഇറാന്റെ സപ്പോർട്ട്. ഈ ഡീൽ വരുന്നതോടെ ലെബനിലും മറ്റു പ്രദേശങ്ങളിലും പൂർണ്ണമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകും. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ സാമ്പത്തികമായിട്ട് ഒതുക്കി ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ പ്ലാൻ. ഇനി ഇത് എബ്രഹാം അക്കോർഡ്സ് ഹിന്റ് ആണ്. അതായത് ഇതാണ് ഈ ഒരു സംഭവത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ട്രംപ് ഇപ്പോൾ ഒരു സൂചന നൽകിയിട്ടുണ്ട്, ഒരുപക്ഷെ ഇറാൻ ഭാവിയിൽ എബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായേക്കാമെന്ന്. അതായത് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ കൈകോർക്കുന്ന സമാധാന കരാർ. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്നത് തങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നാണ്. എങ്കിലും ട്രംപ് തന്റെ നയതന്ത്ര കളി തുടരുകയാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US-ഉം ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു 60 ദിവസത്തെ സീസ് ഫയർ എക്സ്റ്റൻഷനിലേക്ക് നീങ്ങുകയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ ബാക്കി തർക്കങ്ങൾ പരിഹരിക്കാനാണ് ശ്രമം. സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെയും അതുപോലെ ഏഷ്യയിലെയും പ്രധാന രാജ്യങ്ങളെല്ലാം ഈ ചർച്ചകളിൽ മധ്യസ്ഥരായി കൂടുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ട്രംപിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഔദ്യോഗിക ഏജൻസിയായ ഫാർസ് ന്യൂസ് പറയുന്നത് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ഇൻകംപ്ലീറ്റ് ആണെന്നാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് തങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇപ്പോഴും ഒരു ടൈറ്റ് റോപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് അല്ലെ?
ഡൊണാൾഡ് ട്രംപ് തന്റെ സെക്കൻഡ് ടേമിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു വമ്പൻ റീഷഫ്ലിംഗ്, ഒരു പുതിയ ലോകക്രമമാണ് ലക്ഷ്യമിടുന്നത്. ഇറാനെ പൂർണ്ണമായും യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതിന് പകരം അവരുടെ കൈകാലുകൾ കെട്ടിയിട്ട് സ്വന്തം നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കുക എന്ന മാസ് സ്ട്രാറ്റജി. ഈ സമാധാന കരാർ വിജയിച്ചാൽ ലോകത്തിന് അതൊരു വലിയ ആശ്വാസമായിരിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് എണ്ണവില കുറയാൻ ഇത് സഹായിക്കും. പക്ഷെ ചോദ്യം ഇതാണ്: ചരിത്രപരമായി അമേരിക്കയെ വിശ്വസിക്കാത്ത ഇറാൻ ഈ ചതിക്കുഴികളിൽ വീഴുമോ? അതോ ട്രംപ് വിചാരിച്ച പോലെ മിഡിൽ ഈസ്റ്റിൽ ഇനി സമാധാനത്തിന് നാളുകളാണോ വരുന്നത്? കണ്ടു തന്നെ അറിയണം. നിങ്ങളൊരു IT ജീവനക്കാരനാണോ? അല്ലെങ്കിൽ ഒരു നല്ല വൈറ്റ് കോളർ ജോലി സ്വപ്നം കണ്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന ആളാണോ? എങ്കിൽ സിലിക്കൺ വാലിയിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്ത നിങ്ങളുടെ ഉറക്കം കെടുത്തും തീർച്ച. നമ്മൾ മലയാളത്തിൽ സാധാരണ ഒരു ശൈലി പറയാറുണ്ട്, സ്വന്തം കുഴി തോണ്ടുക എന്ന്. ടെക് ലോകത്തെ വമ്പന്മാരായ മെറ്റയിൽ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞ് കമ്പനിക്ക് വേണ്ടി ഒരു പുതിയ ടെക്നോളജി ഉണ്ടാക്കുന്നു. അത് കണ്ട് ബോസ് നിങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കമ്പനി നിങ്ങളുടെ പണി കളയുന്നു. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ വില്ലന്റെ കഥ പോലെയൊക്കെ തോന്നാം. പക്ഷേ മെറ്റയിൽ അടുത്തിടെ നടന്ന 8000 പേരുടെ കൂട്ട പിരിച്ചുവിടലിന് പിന്നിൽ ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. വെറും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ല, കൃത്യമായ പ്ലാനിങ്ങോടെ മനുഷ്യന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI പ്രതിഷ്ഠിക്കാനുള്ള കോർപ്പറേറ്റുകളുടെ ക്രൂരമായ സ്ട്രാറ്റജി തന്നെയാണിത്. എന്താണ് യഥാർത്ഥത്തിൽ മെറ്റയിൽ സംഭവിച്ചത്? പരിശോധിക്കാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ജൂലിയൻ എന്ന ഉപയോക്താവ് പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള IT പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. തന്റെ ഭാര്യയ്ക്ക് മെറ്റയിലുണ്ടായിരുന്ന ജോലി എങ്ങനെയാണ് AI കവർന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു ആ തുറന്നു പറച്ചിൽ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് മെറ്റ കമ്പനിയിലുടനീളം ഒരു AI വീക്ക് സംഘടിപ്പിച്ചു. മാനേജ്മെന്റിന്റെ നിർദ്ദേശം ലളിതമായിരുന്നു: നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ജോലികളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കുക. പകരം കമ്പനിയുടെ കാര്യക്ഷമത കൂട്ടാൻ സഹായിക്കുന്ന പുതിയ AI ടൂളുകൾ നിർമ്മിക്കുക. കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ വലിയൊരു അവസരമാണെന്ന് കരുതി ജൂലിയന്റെ ഭാര്യയും അവരുടെ ടീമും അധ്വാനം ചെയ്തു. സീനിയർ ലീഡർമാർക്കൊപ്പം ചേർന്ന് മാസങ്ങളോളം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് അവർ ഒരു മികച്ച AI ടൂൾ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഹാർഡ് വർക്കിനിടയിലും അവർക്കൊരു ആന്തരിക ഭയമുണ്ടായിരുന്നു. താൻ രൂപകൽപ്പന ചെയ്യുന്ന ഈ ഒരു ടെക്നോളജി, ഈ സാങ്കേതികവിദ്യ ഭാവിയിൽ സ്വന്തം കരിയറിന് തന്നെ ഭീഷണിയാകുമോ എന്ന്. നിർഭാഗ്യവശാൽ ആ ഭയം 100% ശരിവയ്ക്കുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ. കമ്പനിയിൽ ലേ ഓഫ് പ്രഖ്യാപിച്ചപ്പോൾ പുറത്താക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേരുകളിൽ ഒന്ന് ഈ AI ടൂൾ ഉണ്ടാക്കാൻ ചോര നീരാക്കിയ ജൂലിയന്റെ വൈഫിന്റേതായിരുന്നു. അതായത് തങ്ങൾക്ക് പണി കളയാനുള്ള ആയുധം ജീവനക്കാരെ കൊണ്ട് തന്നെ കമ്പനി ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ശരിക്കും ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഓട്ടോമേഷനും യന്ത്രവൽക്കരണവും എപ്പോഴും ബാധിച്ചിരുന്നത് കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ള ബ്ലൂ കോളർ ജോലികളെയായിരുന്നു. ഫാക്ടറികളിലെ തൊഴിലാളികൾ, നിർമ്മാണ മേഖലയിലുള്ളവർ എന്നിവർക്കൊക്കെയായിരുന്നു മുൻപ് സാങ്കേതിക വിദ്യ വില്ലനായത്. കമ്പ്യൂട്ടറുകൾ വന്ന കാലത്ത് ടൈപ്പിസ്റ്റുകൾക്കും ക്ലർക്കുമാർക്കും ജോലി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അക്കാലത്തെല്ലാം ഉയർന്ന ബുദ്ധിശക്തിയും ക്രിയേറ്റിവിറ്റിയും വിശകലനശേഷിയും ആവശ്യമുള്ള വൈറ്റ് കോളർ ജോലികൾ 100% സുരക്ഷിതമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കോഡർമാർ, പ്രൊജക്ട് മാനേജർമാർ എന്നിവരുടെ കസേരകൾക്ക് ഇളക്കം തട്ടില്ല എന്ന് പൊതുസമൂഹം വിശ്വസിച്ചു. എന്നാൽ ജനറേറ്റീവ് AIയുടെ വരവോടെ കഥാസന്ദർഭം പൂർണ്ണമായും മാറി മറിഞ്ഞു. മനുഷ്യൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിരുന്ന കോഡിംഗ്, ഡേറ്റ അനാലിസിസ്, പ്രൊജക്ട് മാനേജ്മെന്റ്, ലീഗൽ ഡോക്യുമെന്റേഷൻ, ഉള്ളടക്ക നിർമ്മാണം തുടങ്ങിയ സകല മേഖലകളിലും മനുഷ്യരെക്കാൾ 100 ഇരട്ടി വേഗത്തിലും കൃത്യതയിലും അതിനേക്കാളൊക്കെ ഉപരി കുറഞ്ഞ ചിലവിലും ജോലി ചെയ്യാൻ ഇന്ന് AIക്ക് സാധിക്കുന്നുണ്ട്. യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ഇമോഷണൽ ഇന്റലിജൻസിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ തർക്കിക്കുമ്പോഴും ലാഭം മാത്രം നോക്കുന്ന കോർപ്പറേറ്റുകൾക്ക് മനുഷ്യരെക്കാൾ പ്രിയം AI ടൂളുകളോട് തന്നെയാണ്. മെറ്റ ഈ കൂട്ടപ്പിരിച്ചുവിടൽ നടപ്പിലാക്കിയ രീതി കേട്ടാൽ ഏതൊരു മനുഷ്യനും ശരിക്കും സങ്കടം തോന്നും. സാധാരണയായി ഒരു കമ്പനിയിൽ നിന്നും ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ ഫേസ് ടു ഫേസ് ചർച്ചകളോ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് പീരീഡോ ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ തികച്ചും നിശബ്ദമായും ആസൂത്രിതമായും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയാണ് മെറ്റ കാര്യങ്ങൾ നീക്കിയത്. സിംഗപ്പൂർ, യൂറോപ്പ്, US തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ ജീവനക്കാർക്ക് പുലർച്ചെ 4 മണി മുതൽ തന്നെ ഫോണിൽ സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇന്ന് ഓഫീസിലേക്ക് വരേണ്ടതില്ല, വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്ന ലളിതമായ ഒരു ഔദ്യോഗിക നിർദ്ദേശത്തോടെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓഫീസിലെ കോറിഡോറുകളിൽ ആശങ്കയുടെ നിഴൽ പോലും വീഴാൻ അനുവദിക്കാതെ സഹപ്രവർത്തകർ തമ്മിൽ നേരിട്ട് കണ്ട് സംസാരിക്കാനോ പ്രതിഷേധിക്കാനോ ഉള്ള സാഹചര്യം പോലും നൽകാതെയാണ് മെറ്റ കാര്യങ്ങൾ ചെയ്തത്. ഈ ഒരു മെസ്സേജിന് തൊട്ടു പിന്നാലെ ജീവനക്കാരുടെ ഇൻബോക്സുകളിലേക്ക് പിരിച്ചുവിടൽ അറിയിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഇമെയിലുകൾ എത്തി. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ആഭ്യന്തര ശൃംഖലകളിലേക്കും സ്ലാക്ക്, ഔദ്യോഗിക ഇമെയിൽ സിസ്റ്റങ്ങളിലേക്കുമൊക്കെയുള്ള ഇവരുടെ ആക്സസ് ഉടമ്പടി റദ്ദാക്കുകയും ചെയ്തു. വർഷങ്ങളോളം കമ്പനിക്കായി ചോര നീരാക്കിയ മനുഷ്യരെ ഒരു കമ്പ്യൂട്ടർ ക്ലിക്കിലൂടെ പടിക്ക് പുറത്താക്കുന്ന ഈ രീതി കോർപ്പറേറ്റ് ലോകം എത്രത്തോളം യാന്ത്രികവും വികാരരഹിതവുമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ്.
ഇനി ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഈ വൻ AI ഓവർഹോൾ വഴി മെറ്റയിൽ നിന്ന് ഒറ്റയടിക്ക് പുറത്താക്കപ്പെട്ടത് 8,000 ജീവനക്കാരാണ്. ഈ കൂട്ട പിരിച്ചുവിടലിന് മുൻപ് മെറ്റയിൽ ഏകദേശം 78,000-ഓളം ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ഇതിലൂടെ കമ്പനിയുടെ വർക്ക് ഫോഴ്സ് വലിയ രീതിയിലാണ് വെട്ടിച്ചുരുക്കപ്പെട്ടത്. എന്നാൽ ഇതിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണവും വന്നിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ട 8,000 പേരോട് വിട പറഞ്ഞ സക്കർബർഗ് ബാക്കിയുള്ള 70,000 ജീവനക്കാർക്ക് മുന്നിൽ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ വെക്കുന്നുണ്ട്. ഒന്ന്, കമ്പനിയിൽ ഇനി ഒരു വലിയ ഘടനാപരമായ പുനഃസംഘടന ഉടനെ ഉണ്ടാകില്ല. രണ്ടാമത്തേത്, മെറ്റ ഇനി പൂർണ്ണമായും AI കേന്ദ്രീകൃത ഒരു കമ്പനിയായി പ്രവർത്തിക്കും. അതായത് മനുഷ്യ വിഭവശേഷി പരമാവധി കുറച്ചുകൊണ്ട് പകരം AI അധിഷ്ഠിത സംവിധാനങ്ങളെ പ്രതിഷ്ഠിക്കുക വഴി ഉൽപാദനക്ഷമത കൂട്ടാനും ദീർഘകാല അടിസ്ഥാനത്തിൽ ചെലവ് ഗണ്യമായി കുറയ്ക്കാനുമാണ് മെറ്റയുടെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ മറ്റു വൻകിട കമ്പനികളും ഇതേ പാത പിന്തുടർന്നാൽ അത് ആഗോള തൊഴിൽ വിപണിയിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നുറപ്പാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ നിരന്തരം പഠിച്ചും സ്വയം നവീകരിച്ചും മുന്നോട്ട് പോയാലും ഒടുവിൽ ആ സാങ്കേതിക വിദ്യ തന്നെ നമ്മെ വിഴുങ്ങുമെന്ന അവസ്ഥ കരിയർ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദശലക്ഷക്കണക്കിന് യുവാക്കളിൽ വലിയ നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമാണ് ഉണ്ടാക്കുന്നത്. കമ്പനിയുടെ ഓഹരി വില വർദ്ധിക്കുന്നതിലും നിക്ഷേപകരെ തൃപ്തിപ്പെടുത്തുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്തം മനുഷ്യന്റെ നിലനിൽപ്പിനെ എത്രമാത്രം നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നതിന്റെ നേർചിത്രമാണിത്. നിർമ്മിത ബുദ്ധിയുടെ വികാസവും അതിന്റെ അധിനിവേശവും തടയാൻ കഴിയില്ല എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ സാങ്കേതികവിദ്യയുടെ പുരോഗതി മനുഷ്യന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതാകണം, അല്ലാതെ അവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന വില്ലനാകരുത്. തങ്ങളെ വളർത്തിയ ജീവനക്കാരെ കൊണ്ട് തന്നെ അവരുടെ പണി കളയാനുള്ള ടൂളുകൾ നിർമ്മിപ്പിക്കുന്നത് ധാർമ്മികമായി ഒട്ടും നീതീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. മെറ്റയിലെ ഈ ഒരു സംഭവം ശരിക്കും ലോകമെമ്പാടുമുള്ള തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. AI യുഗത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണങ്ങളും നയരൂപീകരണങ്ങളും ആഗോളതലത്തിൽ തന്നെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അല്ലാത്തപക്ഷം നമ്മൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങൾ തന്നെ നമ്മെ നിയന്ത്രിക്കുകയും ഒടുവിൽ മനുഷ്യവംശത്തെ തൊഴിൽ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിപണിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട ഭാവിയെ ആയിരിക്കും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. മൊബൈൽ ഫോണുകളില്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാർക്കോ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കോ നേരിട്ട് വന്ന് കാണാൻ അനുവാദമില്ല. ഇങ്ങനെ ഒരാൾക്ക് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മിസൈലുകളും ആണവായുധങ്ങളുമുള്ള ഒരു രാജ്യം ഭരിക്കാൻ സാധിക്കുമോ? കേൾക്കുമ്പോൾ ഇതൊരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമയുടെ കഥയാണ് എന്ന് തോന്നാം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ശരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക ഡ്രോണുകളെയും ഗൈഡഡ് മിസൈലുകളെയും ഭയന്ന് ഭൂമിയുടെ അടിയിലെ അതീവ രഹസ്യ ബങ്കറുകളിൽ ഒളിവിൽ കഴിഞ്ഞ് ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്ന ആ പുതിയ സുപ്രീം ലീഡർ ആരാണ്? മുൻ ഭരണാധികാരി അലി ഖമേനിയുടെ മരണശേഷം അധികാരമേറ്റ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫസ്റ്റ് പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലും US ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ശരിക്കും ലോകം ഞെട്ടും. ഒസാമ ബിൻ ലാദൻ പണ്ട് അമേരിക്കയെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ അതേ രഹസ്യ പ്ലേബുക്കാണ് ഇപ്പോൾ മുജ്തബ ഖമേനിയും ഇറാനിൽ പയറ്റുന്നത്. ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഞെട്ടിക്കുന്ന ബങ്കർ ഭരണത്തിന്റെ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാന്റെ മൂന്നാമത്തെ സുപ്രീം ലീഡറായ മുജ്തബ ഖമേനി ഇപ്പോൾ കടുത്ത കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങളോടെ പൂർണ്ണമായും ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ കടുത്ത മിസൈൽ ആക്രമണത്തിലാണ് ഇറാന്റെ മുൻ ഭരണാധികാരി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. അന്ന് ഈ മുജ്തബ ഖമേനിക്കും കടുത്ത പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും അന്ന് കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് കഴിഞ്ഞ മാർച്ചിൽ പുള്ളി ഇറാന്റെ പരമാധികാരിയായിട്ട് നിയമിതനായത്. പക്ഷേ അധികാരമേറ്റ അന്നു മുതൽ ഇന്ന് വരെ മുജ്തബ ഖമേനിയെ ഒരു പൊതുവേദിയിലും ആരും കണ്ടിട്ടില്ല, ഒരു പ്രസംഗം പോലും ആരും കേട്ടിട്ടുമില്ല. ശത്രുരാജ്യമായ ഇസ്രായേൽ തന്നെയും വധിച്ചേക്കാമെന്ന കടുത്ത പേടിയുള്ളതുകൊണ്ട് മുജ്തബ പൂർണ്ണമായും ഭൂമിയുടെ അടിയിലെ അതീവ സുരക്ഷിതമായ ബങ്കറിലേക്ക് മാറിക്കഴിഞ്ഞു. ഫോൺ കോളുകളോ ഇന്റർനെറ്റോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒന്നും പുള്ളിയുടെ അടുത്ത് പോലുമില്ല. കാരണം ഒരു ചെറിയ ഡിജിറ്റൽ സിഗ്നൽ ചോർന്നാൽ പോലും ഇസ്രായേലിന്റെ ഗൈഡഡ് മിസൈലുകൾ ബങ്കർ തകർക്കുമെന്ന് മുജ്തബയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാകും, ഫോണും ഇന്റർനെറ്റും ഒന്നും ഇല്ലാതെ പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ ഭരണം നടത്തുന്നത് എന്ന്. ഡിഫൻസ് എക്സ്പേർട്സ് പറയുന്നതനുസരിച്ച് മുജ്തബ ഖമേനി ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് സാക്ഷാൽ ഒസാമ ബിൻ ലാദന്റെ പ്ലേ ബുക്ക് ആണ് എന്നാണ്. 9/11 ആക്രമണത്തിന് ശേഷം ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒരു കോമ്പൗണ്ടിൽ 10 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞത് ഇതേ രീതിയിലായിരുന്നു. പുറം ലോകവുമായിട്ട് യാതൊരു കേബിൾ കണക്ഷനും ഇല്ലാതെ വിശ്വസ്തരായ 2 കൊറിയേഴ്സ് വഴി മാത്രം കത്തുകളിലൂടെയാണ് ലാദൻ സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഇന്ന് മുജ്തബ ഖമേനിയും ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വസ്തരായ മനുഷ്യദൂതന്മാർ വഴിയാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഒരു മെസ്സേജ് സുപ്രീം ലീഡറിലേക്ക് എത്തണമെങ്കിൽ അത് പല കൈകൾ മറിഞ്ഞ് ഇന്റർമീഡിയറീസ് വഴി മാത്രമേ ബങ്കറിലേക്ക് പോകൂ.
തിരിച്ചു മറുപടി വരുന്നതും ഇതേ റൂട്ടിലാണ്. ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ സ്വന്തം ഗവൺമെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർക്കോ മന്ത്രികൾക്കോ പോലും സുപ്രീം ലീഡർ എവിടെയാണ് എന്ന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഏത് ഒളിത്താവളത്തിലാണ് ഉള്ളത് എന്ന് അറിയില്ല. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ കടുത്ത രഹസ്യ സ്വഭാവം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അമേരിക്കയാണ്. യുഎസും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ആണവ കരാറിനായിട്ട് ഇപ്പോൾ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ യുഎസ് എന്തെങ്കിലും ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഡീൽ ടേംസ് ഇറാൻ പ്രതിനിധികൾക്ക് കൊടുത്താൽ അതിന് സുപ്രീം ലീഡറുടെ ഭാഗത്തു നിന്ന് മറുപടി വരാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുന്നുണ്ട്. ഒരു യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാണ് നിങ്ങൾ വാർത്തകളിൽ കാണുന്നത്. ചിലർ പറയും സുപ്രീം ലീഡർ ഡീലിന് സമ്മതിച്ചുവെന്ന്, ചിലർ പറയും ഫൈനൽ പോയിന്റുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്ന്. കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം പഴയതായിരിക്കും. തിരിച്ചു വരുന്ന മറുപടിക്ക് വലിയ ലേറ്റൻസി അല്ലെങ്കിൽ ഒരു ഓവറോൾ ഡിലേ ഉണ്ടാകും. ഇറാൻ ഗവൺമെന്റിന്റെ ഉള്ളിലെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. ഇസ്രായേലിന്റെ ചാരന്മാർ തങ്ങളുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്ന പേടിയിൽ ഇറാന്റെ ഭൂരിഭാഗം ടോപ്പ് ലീഡേഴ്സും ഇപ്പോൾ ഒളിവിലാണ്. അവർ പരസ്പരം സംസാരിക്കുന്നത് പോലും നിർബന്ധമാണെങ്കിൽ മാത്രമാണ്. ഇറാൻ ഒഫീഷ്യൽസ് പരസ്പരം എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷനിലാകുന്നത് കാണുമ്പോൾ ഒരു സിറ്റ്കോം കോമഡി സീരീസ് കാണുന്നത് പോലെ തോന്നുന്നു എന്നാണ് ഒരു യുഎസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പരിഹസിച്ചത്. അതേസമയം ഇറാൻ ഭരണകൂടം ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിപ്പറയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാനും സുപ്രീം ലീഡറുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മസാഹെർ ഹൊസൈനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. മുസ്തഫ ഖമേനിക്ക് മിസൈൽ ആക്രമണത്തിൽ കാൽമുട്ടിനും പുറകിലും മാത്രമാണ് പരിക്കേറ്റത് എന്നും അദ്ദേഹം ഇപ്പോൾ ഫുൾ ഹെൽത്തിൽ ആണെന്നുമാണ് അവരുടെ വാദം. തങ്ങളുടെ സിസ്റ്റത്തിന്റെ അധിപൻ ഇപ്പോഴും ശക്തമായി കൂടെയുണ്ട് എന്ന് ജനങ്ങളെയും ലോകത്തെയും കാണിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വാലി നസർ പറയുന്നത് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ്സ് IRGC തന്നെയാണ് രാജ്യം നിയന്ത്രിക്കുന്നത് എന്ന വാർത്തകൾ തെറ്റാണ് എന്ന് കാണിക്കാനും സുപ്രീം ലീഡർ തന്നെയാണ് ഇപ്പോഴും അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് ഉറപ്പിക്കാനുമാണ് ഇറാന്റെ ഈ ഒരു ശ്രമം എന്നാണ്. എന്തൊക്കെ ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഒരു പുതിയ സമാധാന കരാറിന്റെ അടിസ്ഥാന കാര്യങ്ങൾക്ക് മുസ്തഫ ഖമേനി തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് US നൽകുന്ന ലേറ്റസ്റ്റ് വിവരം. ബിൻ ലാദനെ പോലെ ലോകത്തിന്റെ കണ്ണിൽപ്പെടാതെ അതീവ രഹസ്യമായി ഭൂമിയുടെ അടിയിലിരുന്ന ഒരു രാജ്യം ഭരിക്കുന്ന മുസ്തഫ ഖമേനിയുടെ ഈ സ്ട്രാറ്റജി യുദ്ധത്തിൽ ഇറാനെ രക്ഷിക്കുമോ അതോ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. നിങ്ങൾ അമേരിക്കൻ സ്വപ്നം കണ്ട് US-ലേക്ക് ഉപരിപഠനത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? അല്ലെങ്കിൽ നിലവിൽ അവിടെ H-1B വിസയിൽ ജോലി ചെയ്ത് ഗ്രീൻ കാർഡിനായിട്ട് കാത്തിരിക്കുന്ന ആളാണോ? എങ്കിൽ വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന ഈ ഒരു പുതിയ വാർത്ത നിങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടും തീർച്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റായ USCIS പുറത്തുവിട്ട ഒരു പുതിയ 23 പേജുള്ള പോളിസി മെമ്മറാണ്ടം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും ഗ്രീൻ കാർഡ് സ്വപ്നങ്ങൾക്ക് മേലാണ് കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഇതിന്റെ ആഘാതം കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ അമേരിക്കയോട് പതുക്കെ ഗുഡ് ബൈ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പകരം അവരുടെ ശ്രദ്ധ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായ ജർമ്മനിയിലേക്കും അയർലൻഡിലേക്കും മാറുന്നുണ്ട്. എന്താണ് അമേരിക്കയിൽ സംഭവിച്ച ആ വലിയ മാറ്റം? എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ റൂട്ട് മാറ്റം പരിശോധിക്കാം. നമുക്ക് ആദ്യം ഈ അമേരിക്കൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ ഒരു മാറ്റം എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. വർഷങ്ങളായിട്ട് അമേരിക്കയിൽ താൽക്കാലിക വീസകളിൽ, അതായത് F1 സ്റ്റുഡന്റ് വീസയിലോ അല്ലെങ്കിൽ H-1B വർക്ക് വീസയിലോ കഴിയുന്ന ആളുകൾക്ക് സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് ലഭിക്കാൻ ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു. അതിനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് AOS എന്ന് പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് ഉള്ളിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വിസ സ്റ്റേറ്റസ് മാറ്റി ഗ്രീൻ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാം. എന്നാൽ പുതിയ മെമ്മോ അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഈ 50 വർഷത്തെ പതിവാണ് അട്ടിമറിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അമേരിക്ക വിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം. ഇന്ത്യയിലെ US എംബസിയിലോ കോൺസുലേറ്റിലോ പോയിട്ട് കോൺസുലർ പ്രോസസിംഗ് വഴി മാത്രമേ ഇനി അപേക്ഷിക്കാൻ സാധിക്കൂ. അമേരിക്കയ്ക്കുള്ളിലിരുന്ന് സ്റ്റാറ്റസ് മാറ്റുന്നത് ഇനി മുതൽ ഒരു അസാധാരണമായ പ്രത്യേക ആനുകൂല്യം മാത്രമായിരിക്കുമെന്നാണ് US ഗവൺമെന്റ് പറയുന്നത്. ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഈ നിയമം ഏറ്റവും കടുത്ത പ്രഹരം ഏൽപ്പിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരെയാണ്. കാരണം അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ക്യൂവിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇന്ത്യൻ IT ജീവനക്കാരാണ്. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് EB2, EB3 കാറ്റഗറിയിൽ ഗ്രീൻ കാർഡിനായിട്ട് 15 മുതൽ 20 വർഷം വരെ കാത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചു നോക്കൂ. ഒരു ഇന്ത്യൻ പ്രൊഫഷണൽ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയാൽ മുംബൈയിലെയോ ഡൽഹിയിലെയോ US കോൺസുലേറ്റിൽ ഇന്റർവ്യൂ ഡേറ്റ് കിട്ടാൻ തന്നെ വർഷങ്ങൾ എടുത്തേക്കാം. ഈ സമയം അത്രയും അവർക്ക് US-ലെ തങ്ങളുടെ ജോലി നഷ്ടപ്പെടാം, അവരുടെ പ്രൊജക്റ്റുകൾ തടസ്സപ്പെടാം. ഇതുകൂടാതെ വർഷങ്ങളായിട്ട് US-ൽ താമസിച്ച് അവിടെ വീട് വാങ്ങി കുട്ടികളെ അവിടെ സ്കൂളിൽ വിടുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സെറ്റ്ബാക്ക് ആണ് ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള EB2 വിസ കാറ്റഗറി ഈ സാമ്പത്തിക വർഷത്തേക്ക്
പൂർണ്ണമായും തീർന്നു കഴിഞ്ഞു എന്ന വാർത്തയും ഇതേ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ചില പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയിലെ ഈ ഒരു കടുത്ത ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളും സ്റ്റാർട്ടപ്പ് സ്ഥാപകരും ഇപ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്. ലോൺ എടുത്തും വലിയ തുക ചിലവഴിച്ചും അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് ഒടുവിൽ ഒരു ഗ്രീൻ കാർഡോ സ്ഥിരതയോ കിട്ടിയില്ല എങ്കിൽ എല്ലാം നഷ്ടപ്പെടുമെന്ന ഭയം അവരിലുമുണ്ട്. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനങ്ങളായി മാറിയിരിക്കുകയാണ് ജർമ്മനിയും അയർലൻഡും ഒക്കെ. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇത്ര പോപ്പുലർ ആകുന്നത്? ഒന്നാമതായിട്ട് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസ് ഇല്ല. പഠന ചെലവ് വളരെ കുറവാണ്. അതിലുപരിയായിട്ട് ജർമ്മനി കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. പഠനത്തിന് ശേഷം അവിടെ ജോലി കണ്ടെത്താനും പിന്നീട് പെർമനന്റ് റെസിഡൻസി PR നേടാനും വളരെ എളുപ്പമാണ്. രണ്ടാമതായിട്ട് അയർലൻഡ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ടെക് ഹബ്ബുകളിൽ ഒന്നാണ് അയർലൻഡ്. ഗൂഗിൾ, മെറ്റ, ആപ്പിൾ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് അയർലൻഡിലാണ്. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയും മികച്ച IT ജോലികളും അയർലൻഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ഈ ഒരു ഇൻസ്റ്റബിലിറ്റിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായ കരിയർ നൽകാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് പറയുന്നത് രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയാനും തങ്ങളുടെ റിസോഴ്സുകൾ സംരക്ഷിക്കാനുമാണ് ഈ കർശന നടപടിയെന്നാണ്. പക്ഷേ നിയമപരമായിട്ട് നികുതി ഒടുക്കി അവിടെ ജീവിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ് ഇത് ശരിക്കും ബാധിച്ചത്. പല പ്രമുഖ അമേരിക്കൻ കമ്പനികളും ഈ പുതിയ പോളിസിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരേ ഒരു കരിയർ സ്വപ്നമായിരുന്ന അമേരിക്കയുടെ ആ പഴയ ഗ്ലാമർ ഇപ്പോൾ പതുക്കെ നഷ്ടപ്പെടുകയാണ്. സ്ഥിരതയില്ലാത്ത വിസ നിയമങ്ങളുള്ള US-നേക്കാൾ കരിയർ സുരക്ഷിതത്വവും നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യുവതലമുറ ചേക്കേറുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും വലിയ പുണ്യയാത്രയാണ് മക്കയിലേക്കുള്ള ഹജ്ജ് തീർത്ഥാടനം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലെത്തി പ്രാർത്ഥിക്കണമെന്നത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ്. എന്നാൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നവരെ കാത്തിരിക്കുന്നത് സാധാരണയിൽ കവിഞ്ഞ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ്. വെറുമൊരു സാധാരണ യാത്രാ പ്രശ്നമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധഭീതി, ആഫ്രിക്കയിൽ പടർന്നു പിടിക്കുന്ന മാരകമായ എബോള വൈറസ്, ഒപ്പം മരണപ്പാച്ചിൽ നടത്തുന്ന കടുത്ത വേനൽ ചൂട്. അന്താരാഷ്ട്ര മാധ്യമമായ ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സൗദി അറേബ്യയും ഹജ്ജ് തീർത്ഥാടകരും ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു സുരക്ഷാ പ്രതിസന്ധിയാണ് ഇത്തവണ അഭിമുഖീകരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ ഹജ്ജിനെ ബാധിക്കുന്ന ആ 3 വൻ ഭീഷണികൾ? തീർത്ഥാടകർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഈ വർഷത്തെ ഹജ്ജ് നേരിടുന്ന വലിയ ഒന്നാമത്തെ വെല്ലുവിളി രാഷ്ട്രീയവും സുരക്ഷാപരവുമാണ്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയാം. ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷങ്ങൾ, ഒപ്പം പ്രാദേശികമായ മറ്റ് യുദ്ധഭീതികൾ എന്നിവ കാരണം മേഖലയാകെ വലിയൊരു അസ്ഥിരതയിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം മക്കയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് സൗദി ഭരണകൂടത്തിന് വലിയൊരു തലവേദനയാണ്. യുദ്ധ സാഹചര്യങ്ങൾ കാരണം വിമാന സർവീസുകളുടെ റൂട്ടുകളിൽ മാറ്റം വരാനും യാത്രാ ചിലവുകൾ ഗണ്യമായിട്ട് വർദ്ധിക്കാനും ഇത് കാരണമായിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും കടുത്ത സെക്യൂരിറ്റി ചെക്കിങ്ങും നിയന്ത്രണങ്ങളുമാണ് സൗദി ഗവൺമെന്റ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെയും ഏറ്റവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വെല്ലുവിളി ആരോഗ്യ രംഗത്ത് നിന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വീണ്ടും തലപൊക്കിയിരിക്കുന്ന മാരകമായ എബോള വൈറസ് ബാധയാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തെ ആശങ്കയിലാഴ്ത്തുന്ന രണ്ടാമത്തെ കാര്യം. നമ്മൾ മുൻപ് കണ്ടതുപോലെ എബോള ബാധിച്ചാൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. ആഫ്രിക്കയിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഹജ്ജിനായി മക്കയിലെത്താറുണ്ട്. ഈ ആളുകൾ വഴി വൈറസ് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ സൗദി അറേബ്യ അതീവ ജാഗ്രതയിലാണ്. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ കർശനമായ ഹെൽത്ത് സ്ക്രീനിങ്ങിനും വിധേയമാക്കുന്നുണ്ട്. ക്വാറന്റൈൻ സംവിധാനങ്ങളും വിപുലമായ ഐസൊലേഷൻ വാർഡുകളും സൗദി ആരോഗ്യ വിഭാഗം ഇതിനോടകം തന്നെ മെക്കയിലും മദീനയിലും സജ്ജമാക്കി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഭീഷണി, അത് പ്രകൃതിയുടെ വകയാണ്. എക്സ്ട്രീം ഹീറ്റ് അഥവാ കടുത്ത വേനൽ ചൂട്. ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് കാരണം മിഡിൽ ഈസ്റ്റിൽ താപനില റെക്കോർഡുകൾ ഭേദിച്ച് ഉയരുകയാണ്. ഇത്തവണ ഹജ്ജ് സമയത്ത് മക്കയിലെ ചൂട് 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. തുറസായ സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം നടന്നു ചെയ്യേണ്ട കർമ്മങ്ങൾ ഹജ്ജിലുണ്ട്. ഈ കൊടും ചൂടിൽ അത് ചെയ്യുന്നത് വഴി ഹീറ്റ് സ്ട്രോക്ക്, അതുപോലെ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. പ്രായമായ തീർത്ഥാടകരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ചൂടിനെ പ്രതിരോധിക്കാൻ മക്കയിലെ വലിയ മുറ്റങ്ങളിൽ ഭീമൻ കുടകളും വായു തണുപ്പിക്കാനുള്ള മിസ്റ്റ് ഫാനുകളും സൗദി സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും തീർത്ഥാടകർ വ്യക്തിപരമായി വലിയ മുൻകരുതലുകൾ എടുത്തേ മതിയാകും. എന്നാൽ ഇത്രയൊക്കെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി ലോകത്തിലെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളാണ് സൗദി അറേബ്യ ഒരുക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വഴി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ വഴി അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും അവർ സജ്ജരാണ്.
ഇത്തവണ ഹജ്ജിന് പോകുന്നവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഗവൺമെന്റ് നൽകുന്ന ആരോഗ്യ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുക. ധാരാളം വെള്ളം കുടിച്ച് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. ഒപ്പം നേരിട്ട് വെയിലടിക്കാതിരിക്കാൻ കുടകൾ ഉപയോഗിക്കുക. ഒപ്പം യാത്ര തിരിക്കും മുൻപ് ആവശ്യമായ വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഈ ഒരു വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം സമാധാനപരമായിട്ട് പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാറ്റങ്ങൾ മിക്കപ്പോഴും ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. അത് സാങ്കേതിക വിദ്യയായാലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലായാലും. അമേരിക്ക നമ്മളോട് കളം മാറ്റി ചവിട്ടാൻ പറയുമ്പോൾ ജർമ്മനിയും അയർലൻഡും പോലുള്ള പുതിയ യൂറോപ്യൻ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. AI നമ്മുടെ ജോലികൾ കവർന്നാലും മനുഷ്യന്റെ സർഗാത്മകതയെയും അതുപോലെ അതിജീവന ശേഷിയെയും മറികടക്കാൻ ഒരു യന്ത്രത്തിനും കഴിയില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കാണുന്ന സമാധാന ചർച്ചകളും ഹർജ് തീർത്ഥാടകർക്കായിട്ട് സൗദി ഒരുക്കുന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം നാളത്തെ നല്ലൊരു പുലരിയിലേക്കുള്ള സൂചനകൾ തന്നെയാണ്. കരിയറിലും ജീവിതത്തിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഗുഡ് നൈറ്റ്.